ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അപ്പം ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി മസ്കറ്റ് ഓണം സെലിബ്രേഷനാണ് കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാം നടന്നത് അസൈബയിലെ സൂപ്പർ പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അടിപൊളി ഓഡിറ്റോറിയമാണ്. അപ്പോൾ നമ്മളെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡാൻസേഴ്സും സിംഗേഴ്സും ഒക്കെ ആയിട്ട് അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടോ, എല്ലാവരും മൊത്തം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാവേലിയും പൂക്കളവും ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി ഒരു ഓണം സെലിബ്രേഷൻ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി അങ്ങനെ ഒരു ചുരുക്കത്തിൽ പോകുന്ന ഒരു ഓണാഘോഷം. നമ്മളിവിടെ ഒരുപാട് ഫാമിലി നമ്മുടെ സ്വന്തം ഫാമിലിയെ തന്നെ നിന്നിട്ട് അടിപൊളി ഓണാഘോഷമായിരുന്നു. അതായത് നമ്മുടെ സദ്യ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു ഗൈസ്. ഇതായിരുന്നു നമ്മുടെ മാവേലി അടിപൊളിയായിരുന്നു, സൂപ്പർ മാവേലി. അതുപോലെ തന്നെ നമ്മുടെ ഓണസദ്യ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഓണസദ്യയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റി ഒന്നും പറയാനില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഓണസദ്യയായിരുന്നു. ഓരോരോ വിഭവങ്ങളായിട്ട് അവരിങ്ങനെ വിളമ്പുന്നുണ്ട്. അവിയൽ, പച്ചടി, കിച്ചടി, തോരൻ, പുളിയിഞ്ചി, അങ്ങനെ എല്ലാ ഐറ്റംസും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ കഴിക്കുകയാണെങ്കിൽ തകൃതിയായിട്ട് അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ധ്രുവുണ്ട്, നമ്മുടെ കൂടെ കുറേ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. ഇവിടെ ഞങ്ങൾ കോഴിക്കോടോട്ടൊന്നും നമ്മുടെ പരിപ്പ് തന്നിട്ട് അതിലോട്ട് നെയ്യ് ഒഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ അത് മാത്രമേ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അല്ലാതെ നമ്മളെ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കുക അത്ര തന്നെ. ഇതായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അടിപൊളിയായിരുന്നു ഗൈസ്, സൂപ്പർ. ഭയങ്കര സന്തോഷമായി. ഈ പ്രോഗ്രാമിനൊരു ഭയങ്കര എന്താ പറയുക, ഒരു ഗോൾഡൻ മൊമെൻറ്റും കൂടിയായിരുന്നു ഞങ്ങളുടേത്. എൻ്റെയും എൻ്റെ സനീഷേട്ടൻ്റെയും എൻ്റെ മോൻ്റെയും ഫസ്റ്റ് പ്രോഗ്രാമാണ്. മോൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി, അതും എൻ്റെയും സനീഷേട്ടൻ്റെയും കൂടെ. അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ ആദ്യമായിട്ട് പ്രൈസ് കിട്ടി കളിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. മോൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഇത് ഫോട്ടോ ഉണ്ട് ഇവിടെ. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവന് ഒരുപാട് എൻജോയ് ചെയ്തു. ഒരിക്കലും ഇങ്ങനെ നമ്മൾ പ്രോഗ്രാമിനൊന്നും കൊണ്ടുപോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അവനില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഓണം സെലിബ്രേഷൻ അവൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കുള്ള പ്രൈസൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീടുള്ള കലാപരിപാടി ഓണക്കളികളായിരുന്നു കേട്ടോ. കസേര കളികൾ, അങ്ങനെ ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു, വലിയവർക്കും ചെറിയവർക്കും. ഫസ്റ്റ് തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കളികളായിരുന്നു. പിന്നെ ധ്രുവ് കുറച്ച് ചെറുതായതിനെ കൊണ്ട് അതിലൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വടംവലിയാണ് ഗൈസ്. വടംവലി പെണ്ണുങ്ങളുടെ വടംവലിയായിരുന്നു. അപ്പോൾ 2 ഹോസ്പിറ്റലുകൾ തമ്മിലുള്ള വടംവലിയാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ ഇതിലൊന്നും മുതിർന്നില്ല ഗൈസ്. പിന്നെ ഇതിൽ ആണുങ്ങളുടെ വടംവലിയിൽ എൻ്റെ ഹസ്ബൻഡാണ് ആ മുന്നിൽ നിൽക്കുന്ന റെഡ് ഷർട്ട്. അപ്പം അതിൽ അവരെ പ്രൈസ് കൊണ്ടുപോയി. അങ്ങനെ വടംവലിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ നല്ല എൻജോയ് ചെയ്തു, ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ പങ്കെടുക്കാത്തവരാണെങ്കിലും എല്ലാവരും മാറി നിൽക്കുന്നൊന്നുമില്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ വടംവലിയോടുകൂടെ നമ്മുടെ പ്രോഗ്രാമൊക്കെ അവിടെ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് വന്നതാണ് വീട്ടിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ ഇതായിരുന്നു എൻ്റെ. അപ്പോൾ നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാണ് ഗൈസ്. അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം താങ്ക് യു, ടാറ്റാ ബൈ ബൈ, സീ യു.